എൻ്റെ പേര് ബിന്ദു. ഞാൻ തൃശ്ശൂർ ഇരിഞ്ഞാലക്കുടയിൽ നിന്നാണ് വരണേ. ഞങ്ങൾ 2019 നവംബർ 16 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഒരു ഹൈന്ദവ കുടുംബത്തിൽ പെടുന്ന ഒരാളാണ്. പക്ഷേ എന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു ക്രിസ്ത്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇവിടെ ഉടമ്പടി എടുത്തിരിക്കുന്നത്. ഇവിടെ വരുന്നതിന് മുമ്പ് ഇങ്ങനൊരു മാതാവ് ഉണ്ടെന്നുള്ളത് എനിക്ക് എന്നോട് പറഞ്ഞു തന്നത് ഞങ്ങളുടെ കുടുംബസുഹൃത്തും എനിക്കൊരുപാട് വേണ്ടപ്പെട്ട ഒരു ആൻറ്റി ആയിട്ടുള്ള എലിസബത്ത് ആൻറ്റിയാണ്. ഞാൻ ആൻറ്റി ഈ നിമിഷം ഞാൻ ഓർക്കുന്നു, എൻ്റെ കൂടെ ഇപ്പോൾ ഇല്ലെങ്കിലും. ഞാനിവിടെ വന്നപ്പോൾ ഞാനൊരു BSc ഒപ്റ്റോമെട്രി പഠിച്ചുകൊണ്ടിരുന്നിരുന്ന സ്റ്റുഡൻ്റായിരുന്നു. പക്ഷേ ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം കൊണ്ട് എനിക്ക് പഠനം ഒരു വർഷം പാതി വഴിയിൽ എനിക്ക് മുടക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പഠനം പാതി വഴിയിൽ നിന്ന് പോയപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് 4ാമത്തെ ദിവസമാണ് എന്നെ കോളേജിൽ നിന്ന് എൻ്റെ പ്രിൻസിപ്പളെ വിളിച്ച് തിരിച്ച് റീജോയിൻ ചെയ്തുകൂടെ, എന്തുകൊണ്ട് വീണ്ടും കോഴ്സ് കണ്ടിന്യൂ ചെയ്തുകൂടാ എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് വിളിച്ച് ഞാൻ കോളേജിലെത്തുന്നതും ഞാൻ എൻ്റെ പഠനം ഞാൻ പൂർത്തീകരിക്കുന്നതും. അപ്പോൾ അതെനിക്ക് അമ്മ തന്ന വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അത്ര നാളും ഞാൻ കോളേജിൽ പോയി ഫോർമാലിറ്റീസിൻ്റെ പേരിലൊക്കെ ഒരുപാട് പോയതിൻ്റെ പേരിലായാലും അത്ര നാളും പ്രിൻസിപ്പൾ എൻ്റെ അടുത്ത് അങ്ങനൊരു സജഷൻ എൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി 4ാമത്തെ ദിവസമാണ് എന്നെ മാം തിരിച്ച് വിളിച്ച് എന്നോട് പറയുന്നത് ചെയ്തുകൂടെ എന്നുള്ളത്. അത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. 2ാമത്തെ കാര്യം, എൻ്റെ കോഴ്സിൻ്റെ ഇടയിൽ തന്നെ എനിക്കൊരു അരിയർ ഉണ്ടായിരുന്നു. പാത്തോളജി ആയിരുന്നു സബ്ജക്റ്റ്. വളരെ ബുദ്ധിമുട്ടും ഒക്കെ ഉള്ളൊരു സബ്ജക്റ്റാണ്. പഠിക്കാനായിട്ടായാലും വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പഠിത്തം ആ ഒരു പാത്തോളജി എന്നുള്ള സബ്ജക്റ്റിനോട് ഒട്ടും എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പോൾ അരിയറിൻ്റെ ഡേറ്റ് വന്നു, എന്തായാലും എഴുതണം, ഇനിയിപ്പോൾ എഴുതാണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ 10 ദിവസം ഉണ്ടായിരുന്നു എൻ്റെ മുമ്പിൽ. പക്ഷെ ഞാൻ 10 ദിവസമൊന്നും ഞാനിരുന്ന് പഠിക്കാറില്ല. ഞാൻ ആ തത്സമയത്തുമ്പോഴാണ് ബുക്ക് സാധാരണ എടുക്കാറ്. 3 ദിവസം കഴിഞ്ഞു, 6 ദിവസം കഴിഞ്ഞു, 5 ദിവസം കഴിഞ്ഞു, ഇനി ബാക്കി 4 ദിവസമുള്ളൂ. അതും കഴിഞ്ഞു 3ാമത്തെ ദിവസമായി, ഇനി എൻ്റെ മുമ്പിൽ 2 ദിവസമുള്ളൂ. അപ്പോൾ പിന്നെ ഇനി തമാശ കളിച്ചിരിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് തോന്നിയോണ്ട് ഞാൻ വേഗം പുസ്തകങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഒരുപാടുണ്ട് പഠിക്കാനായിട്ട്. 2 ദിവസം കഴിഞ്ഞ എക്സാമാണ്. ഇരിക്കുന്നതിന് മുമ്പ് ഞാൻ മാതാവിനെ നല്ലോണം പ്രാർത്ഥിച്ച് ഞാൻ പുസ്തകങ്ങളൊക്കെ എടുത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഞാൻ റെഫർ ചെയ്ത്. അപ്പോൾ ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ അങ്ങനെ തന്നെ നോക്കി പഠിക്കുന്ന ഒരാളല്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള നോട്ട്സ് തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് വേണം പഠിക്കാനായിട്ട്. പഠിച്ച് ഫസ്റ്റ് ഡേ കഴിഞ്ഞു, സെക്കൻഡ് ഡേ ആയപ്പോൾ ഒരുവിധം പഠിച്ചെത്തി. പക്ഷേ എന്നാലും ചില ടോപ്പിക്കുകൾ അങ്ങോട്ട് നീങ്ങുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു പയ്യൻ ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഠിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയത്ത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരസാക്ഷിയായി യേശുവിൻ്റെ നാമത്തിൽ എന്നെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആയാസകരമായിട്ട് തന്നെ എല്ലാം ടോപ്പിക്സും വളരെ ഈസി ആയിട്ട് പഠിച്ചതും ആ പഠിച്ച ടോപ്പിക്സ് തന്നെ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സായിട്ട് വന്നതായിട്ടും പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ മാതാവിൻ്റെ കാശുരൂപം എപ്പോഴും ഉണ്ടാവും പഠിക്കുന്ന സമയത്ത്. അപ്പം ഞാൻ വെറുതെ ഇതിന് മാതാവിൻ്റെ അടുത്ത് ചുമ്മാ ചോദിച്ചു, ഞാനും ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എനിക്കും ഇതേപോലെ ഒന്ന് വരുത്തി തരുമോ മാതാവേന്ന് ചോദിച്ചു. അപ്പം ഞാൻ എൻ്റെ ഒരു ടാർഗറ്റ് വെച്ചിരുന്നത് 12 മണിയാണ് രാത്രി. അതിനുള്ളിൽ തീർത്ത് കിടക്കണം, ഇനി പിന്നെ ഇരിക്കാനായിട്ട് പറ്റില്ല എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഞാനിത് ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും ഞാനിത് ചൊല്ലിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ ടോപ്പിക്സ് തീരുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. 8:30-ക്കുള്ളിൽ എൻ്റെ പഠനം എല്ലാം കഴിഞ്ഞു. ഞാൻ പുസ്തകം അടച്ചു വെച്ച് പിറ്റേ ദിവസം രാവിലെ ഒന്നും കൂടി റിവൈസ് ചെയ്ത് പരീക്ഷാ ഹാളിലെത്തി. അവിടെ എത്തി ഹാളിൻ്റെ മുമ്പിലെത്തി ഞാൻ ഒന്നും കൂടിയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരസാക്ഷിയായി യേശുവിൻ്റെ നാമത്തിൽ എന്നെ ഉയർത്തണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. 10 മണിക്ക് എനിക്ക് പരീക്ഷ തുടങ്ങേണ്ടത് 10:10 തുടങ്ങിയിട്ടില്ല. എൻ്റെ ഫോൾട്ട് കൊണ്ടല്ല, സബ്ജക്റ്റിൻ്റെ കോഡിൽ എന്തോ പ്രശ്നമായിട്ടായിരുന്നു എന്നെ ഹാളിൽ കയറ്റാണ്ട് അലോ ചെയ്യാതിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ തെറ്റുകൊണ്ടല്ലല്ലോ, പിന്നെ എൻ്റെ കയ്യിൽ സമയത്തിൻ്റെ മാതാവാണ് എൻ്റെ ഉള്ളത്. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ സമയത്തെ അവിടെ നിന്ന് ഏറ്റെടുക്കണേ മാതാവേ, എൻ്റെ തെറ്റുകൊണ്ടല്ല. അപ്പം എനിക്ക് എന്തായാലും സമയം മാതാവ് തരും, ആരും തന്നില്ലെങ്കിലും മാതാവ് തരുന്നൊരു വിശ്വാസമായിരുന്നു. പരീക്ഷാ ഹാളിൽ കയറി ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് സെക്ഷൻ A, B, C എന്നുള്ളൊരു 3 സെക്ഷനായിട്ടാണ് പരീക്ഷ. അതിൽ സെക്ഷൻ C ആണ് ഞങ്ങളെല്ലാവരും ആദ്യം നോക്കുക. കാരണം essay സെക്ഷനാണ്, 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ്, അതിൽ 5 എണ്ണം, പിന്നെ 5 മാർക്കിൻ്റെ ഷോർട്ട് നോട്ട് സെക്ഷൻ B, പിന്നെ 10 1 വേർഡ്. ഈ സെക്ഷൻ C ആണ് ഞാൻ ആദ്യം നോക്കിയത്. സെക്ഷൻ C ഞാൻ നോക്കി, സെക്ഷൻ B നോക്കി, 1 വേർഡ് ഞാൻ നോക്കി.
ഞാൻ പഠിച്ചത് ഇത്ര അട്ടിയുള്ള കുറച്ച് പേപ്പറുകളായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. ആ പഠിച്ച ഇത്ര അട്ടിയുള്ള പേപ്പർ തന്നെയാണ് എനിക്ക് എൻ്റെ മാധവ് ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് കൊണ്ടുവന്ന് തന്നത്. സാധാരണ 10 വൺ വേർഡൊന്നും ഒരു ഊഹമില്ലാത്ത കാര്യങ്ങളാണ് സാധാരണ വൺ വേർഡുകളായിട്ട് വരിക. പക്ഷെ ആ 10 വൺ വേർഡും ഞാൻ പഠിച്ചതിനുള്ളിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യനായിട്ടിട്ട് മാധവ് എനിക്ക് ഒരു അനുഗ്രഹം കാണിച്ചു തന്നു. എക്സാം എഴുതി തുടങ്ങി സന്തോഷം കൊണ്ട് അധികം പേനോട്ട് നീങ്ങണമില്ല. എന്നാലും സങ്കടവും സന്തോഷം എല്ലാം കൂടി മാധവിന് നന്ദി പറഞ്ഞ് ഞാൻ എഴുതി തുടങ്ങി. അപ്പോൾ ഡയഗ്രാംസ് കാര്യങ്ങളെല്ലാം വരച്ച് എല്ലാം മുന്നോട്ട് പോയി. അവസാനമായപ്പോൾ സമയത്തിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഞാൻ മാധവനോട് പ്രാർത്ഥിച്ചു. പഠിച്ചതൊക്കെ മാധവെ വരുത്തി തന്നു. എല്ലാം എഴുതാനും എല്ലാ ഡയഗ്രാംസും വരച്ചു. അത് കളർ ചെയ്യാനും മാർക്ക് ചെയ്യാനും നല്ല രീതിയിൽ എക്സാം അവസാനിപ്പിക്കാൻ എനിക്ക് അനുഗ്രഹം തരണ്ടേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ഞാൻ എല്ലാം എഴുതി കഴിഞ്ഞ് എനിക്ക് കളർ ചെയ്യാനും മാർക്ക് ചെയ്യാനും ഒക്കെ സമയം കിട്ടി. എൻ്റെ എക്സാം കഴിഞ്ഞിട്ടും പിന്നെയും എനിക്ക് 3 മിനിറ്റ് ബാക്കിയായിരുന്നു മാധവ് തന്ന സമയം. അപ്പോഴേക്കും എൻ്റെ എക്സാം കഴിഞ്ഞ് ഞാൻ പേപ്പർ തിരിച്ചു കൊടുത്തു. ഹൈ സ്കോറോട് കൂടി തന്നെ ഞാൻ എൻ്റെ പെത്തോളജി സബ്ജക്റ്റ് ഞാൻ എഴുതിയെടുത്തു. പിന്നെ ഞങ്ങളുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പ് പീരീഡ് ഉണ്ട്. അത് സാധാരണ ഏതെങ്കിലും ഐ ഹോസ്പിറ്റലിലാണ് ചെയ്യുക. ഞാൻ ആഗ്രഹിച്ച ഹോസ്പിറ്റലിൽ തന്നെയാണ് മാധവ് എനിക്ക് ഇൻറ്റേൺഷിപ്പിന് മേടിച്ച് തന്നത്. പക്ഷേ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നതിനിടയിൽ എനിക്ക് ഒരു പനി വന്നു. പനി വന്നപ്പോൾ പനി രാത്രി ഏറ്റവും മാറുന്നില്ല. രാത്രി മാത്രമാണ് പനി വരുന്നത്. കാര്യങ്ങളൊക്കെ ഡോക്ടറുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടും എത്ര മരുന്ന് കഴിച്ചിട്ടും മാറാത്ത പനി ഞാൻ മാധവിൻ്റെ അടുത്തൊക്കെ പ്രാർത്ഥിച്ചിട്ടും മാധവ് ചെറിയൊരു കുറവ് തരും. എന്നാൽ ഞാൻ ഈ പനിയും വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഡ്യൂട്ടിക്ക് പോകുന്നത്. ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടർ കഫം ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ റിസൾട്ട് വന്നപ്പോൾ TB ആയിരുന്നു എനിക്ക്. അത് അറിഞ്ഞപ്പോൾ ഒരുപാട് ഞാൻ തകർന്നു പോയെങ്കിലും എൻ്റെ മാതാവ് തന്നെയാണ് എനിക്ക് ഒരുപാട് ധൈര്യം തന്ന് എന്നെ മുന്നോട്ട് കൊണ്ടുപോയത്. ഇപ്പോൾ TB ആയി ഇനിയും കിടക്കുന്നുണ്ട് മാസങ്ങൾ. 1 കൊല്ലമാണ് ഇൻറ്റേൺഷിപ്പ് പീരീഡ്. ആ 1 കൊല്ലം കഴിയാതെ ഇൻറ്റേൺഷിപ്പ് പീരീഡിൻ്റെ സർട്ടിഫിക്കറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടില്ല. പ്രത്യേകിച്ച് ഞാൻ ജോയിൻ ചെയ്ത ഹോസ്പിറ്റലിൽ നിന്ന് ഒട്ടും കിട്ടില്ല. അപ്പം ഞാൻ എൻ്റെ അസുഖമായിട്ട് 6 മാസത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ചെന്ന് അദ്ദേഹം പലതവണ ഞങ്ങളുടെ അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ വിളിച്ചെങ്കിലും അങ്ങനെയൊന്നും തരാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അസുഖത്തിൻ്റെ കാര്യം പോലും കൺസിഡർ ചെയ്യാതെ അങ്ങനെ നിന്നിരുന്നൊരു സമയമായിരുന്നു. അപ്പോഴും ഞാൻ തളർന്നു പോയാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ പ്രതീക്ഷ വിട്ടിട്ടുണ്ടായിരുന്നില്ല. എന്നോട് അദ്ദേഹം പറഞ്ഞു, നമ്മുടെ തെറ്റുകൊണ്ടല്ല, ഉറപ്പായിട്ടും നിനക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. എൻ്റെ കൂടെയുള്ളവരൊക്കെ ഇറങ്ങുകയാണ്, അപ്പോൾ ആ ഒരു വിഷമമുണ്ട് എനിക്ക്. ഇനിയിപ്പോൾ ഞാൻ ആദ്യമേ ഒറ്റയ്ക്ക് കയറി ചെല്ലേണ്ടി വരുമോ ഒന്നും അറിയില്ല. അങ്ങനെ രണ്ടും കൽപ്പിച്ചൊരു ദിവസം ഞാനും എൻ്റെ അമ്മയും എൻ്റെ ഹസ്ബൻഡും കൂടി അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ നേരിട്ട് കാണാനും കാര്യങ്ങൾ ചെന്ന് പറയാനായിട്ട് ചെന്നു. അത് ചെല്ലുന്നതിന് മുമ്പ് കൃപാസന മാതാവിൻ്റെ ഫോട്ടോ ഒക്കെ അരികിൽ വെച്ചിട്ട് ഞാൻ പച്ചയും നീല മെഴുകുതിരിയും ഒരുമിച്ച് കത്തിച്ച് വെച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിരുന്നു. ചൊല്ലി കഴിഞ്ഞിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇത്ര നാളും എല്ലാം അപേക്ഷിക്കുകയേ ചെയ്തിട്ടുള്ളൂ മാതാവിൻ്റെ അടുത്ത്. പക്ഷേ എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയേ പറ്റൂ. എനിക്ക് വേറെ വഴിയില്ല എൻ്റെ മുമ്പിൽ. എനിക്കത് സാധിച്ച് തന്നേ പറ്റൂ. അല്ലാതെ മാതാവിനൊരു നിവൃത്തിയില്ല, അതിനൊരു തീരുമാനം ഉണ്ടാക്കാതെ ഞാനിവിടുന്ന് എനിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലി ഞാനൊരു വചനം എടുത്തപ്പോൾ എനിക്ക് വചനം കിട്ടിയത് മലാക്കി 4:2 എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതിയുടെ സൂര്യൻ ഉദിക്കും, അതിൻ്റെ ചിറകിൽ സൗഖ്യമുണ്ട്, തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടി എന്ന പോലെ നിങ്ങൾ തുള്ളിച്ചാടും എന്നായിരുന്നു. ഐ വിഷനിലെത്തി. അവർ ഞങ്ങളെ ഒന്ന് കാണാൻ പോലും, ഞങ്ങൾ ആ ഹോസ്പിറ്റലിലെത്തിയപ്പോൾ കാണാൻ പോലും ഒന്ന് കൂട്ടാക്കിയില്ല. വളരെ നിരാശയോട് കൂടി മടങ്ങിയെങ്കിലും ഞാൻ പിന്നെ മാതാവിൻ്റെ അടുത്ത് പരാതി പറഞ്ഞില്ല. ഇത്രയും ചെയ്തെന്ന മാതാവിന് എന്തെങ്കിലും ഒരു വഴി ഞങ്ങൾക്ക് കാണിച്ചു തരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ വീണ്ടും മുട്ടുകൂത്തി നിന്ന് ഞാൻ 2 തിരിയും കത്തിച്ച് വെച്ച് രാത്രിയൊക്കെ ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ എൻ്റെ ഭർത്താവ് വന്നിട്ട് എന്നോട് ചോദിച്ചു, അവിടെ നിന്ന് നിന്നെ ആരെങ്കിലും വിളിച്ചിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല. പക്ഷെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ മാതാവിനോട് ആവശ്യപ്പെട്ടത് വേറൊന്നുമല്ല, ഞാൻ നിന്ന ദിവസത്തെങ്കിലും കഷ്ടപ്പെട്ട ദിവസത്തെങ്കിലും എനിക്ക് തരണേ മാതാവേ, ഞാൻ അത്രേ ആവശ്യപ്പെട്ടിരുന്നുള്ളൂ. അവിടെ നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, നീ നിന്ന ദിവസത്തെ സർട്ടിഫിക്കറ്റ് തരാനായിട്ട് അവിടെ നിന്ന് തീരുമാനമായിട്ടുണ്ടെന്ന് പറഞ്ഞു. കുറച്ച് നേരത്തേക്ക് വിശ്വസിക്കണോ വേണ്ടയോ എന്നറിയാതെ ഞാനിങ്ങനെ തരിച്ചു നിന്നെങ്കിലും മാതാവിൻ്റെ അടുത്ത് പോയി ഞാൻ നന്ദി പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അവിടെ തന്നെയുള്ള ഒരു സീനിയർ പറഞ്ഞു, 6 മാസത്തെ സർട്ടിഫിക്കറ്റാണോ നിനക്ക് തരാൻ ഇവിടെ നിന്ന് പോകുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഇതൊന്നുമല്ല, എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോൾ 10 മാസത്തെ സർട്ടിഫിക്കറ്റ് തന്നിട്ടാണ് എൻ്റെ മാതാവ് എനിക്ക് അനുഗ്രഹിച്ചത്. വെറും 2 മാസത്തെ കുറവേ ഉള്ളൂ. അത് ഏതെങ്കിലും ഒപ്റ്റിക്കൽസിൽ പോയി എനിക്ക് നേടിയെടുക്കാവുന്നേ ഉള്ളൂ. അതിനുശേഷം പിന്നെ ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു ഞങ്ങൾക്കൊരു കുഞ്ഞ്. അപ്പോൾ കുടുംബത്തെ ആരോഗ്യ പ്രശ്നങ്ങളും എൻ്റെ അമ്മയ്ക്ക് വയ്യാത്തൊരാളായ കാരണം കൊണ്ട് അതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞിനെ കൊണ്ടുവരാനായിട്ട് ഞങ്ങൾക്ക് ഒട്ടും ഒരു ഇതുണ്ടായിരുന്നില്ല.
ഇവിടെ വന്നപ്പോൾ എനിക്കും എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഹസ്ബൻഡിനും ഞങ്ങൾക്ക് 3 പേർക്കും ഒരേപോലെ ആഗ്രഹം തോന്നി തുടങ്ങി, ഇനി ഒരു കുഞ്ഞു വേണം, എന്തായാലും വേണം. പക്ഷെ നമ്മൾ വിചാരിക്കുമ്പോൾ കിട്ടണം എന്നില്ലല്ലോ, മാതാവും കൂടെ വിചാരിക്കണ്ടേ. ഇവിടെ വന്ന് 2ാമത് ഉടമ്പടി പുതുക്കി ഈ ഒരു നിയോഗം വെച്ചു, ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിക്കണമെന്ന് നിയോഗം വെച്ചു. ആ വച്ചതിൻ്റെ 10ാം ദിവസമാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് ഞാൻ അറിയുന്നത്. ഇപ്പോൾ ഞാൻ 5 മാസം ഞാൻ പ്രഗ്നൻ്റ് ആണ്. ഏറ്റവും വലിയ അനുഗ്രഹം തന്നിട്ട് എൻ്റെ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. പിന്നത്തെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ അമ്മയുടെ ഒരു സ്ഥലം വിൽക്കാണ്ടിരുന്നിരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ സാധാരണ ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ തറവാട്ടിലത്തെ ആൾക്കാർ തന്നെ എടുത്താലാണ് ഏറ്റവും നന്നായിട്ട് പോവുക എന്നുള്ളൊരു വിശ്വാസമുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ പലതവണ അമ്മയുടെ ആങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടും അദ്ദേഹം ഒട്ടും തയ്യാറാവേണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ഇപ്പോൾ എടുക്കാൻ മനസ്സില്ല. അങ്ങനൊരു ഇതായിരുന്നു. അമ്മയുടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ചിലവ് കാര്യം വരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്കായിരുന്നു ഒരുപാട് തിടുക്കം, അത് വിൽക്കണം. പക്ഷേ ഒരു തരത്തിലും ഞങ്ങളോട് അതെടുക്കും എന്നൊരു വാക്കോ ഒന്നുമില്ല, ആർക്കാ വേണ്ടതെന്ന് വെച്ചാൽ കൊടുത്തോളാൻ, അങ്ങനത്തെ ഒരു രീതി വരെ ഞങ്ങളോട് പറഞ്ഞു. പക്ഷെ ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ അമ്മയും ഞങ്ങൾ 3 പേരും മാതാവിനോട് തുടർച്ചയായിട്ട് പ്രാർത്ഥിച്ചിരുന്നു, അദ്ദേഹത്തിൻ്റെ മനസ്സിന് എന്തെങ്കിലും ഒരു മാറ്റം വരാൻ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഏതെങ്കിലും വഴിയിൽ ആ പറമ്പൊന്ന് വിൽക്കാൻ. കഴിഞ്ഞ ആഴ്ച എൻ്റെ ഒരു ബന്ധു തന്നെ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹം ആ പറമ്പ് എടുക്കാനായിട്ട് തയ്യാറായിട്ടുണ്ട്, ഇനി അധികം വൈകാതെ തന്നെ മുന്നോട്ട് പോയിക്കോളും എന്ന് പറഞ്ഞു. പിന്നത്തെ ഒരു അനുഗ്രഹം എനിക്ക് ചെയ്തു തന്നത്, ഞങ്ങളുടെ ഈ കോഴ്സിൻ്റെ ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് കോഷൻ ഡെപ്പോസിറ്റ് ഉണ്ട് കോളേജിൽ. ഇത് കിട്ടണമെങ്കിൽ അതിൻ്റെ ഒറിജിനൽ റെസിപ്റ്റ് ഞങ്ങൾ കൊണ്ട് കൊടുക്കണം. പക്ഷേ ഞാൻ എത്ര നോക്കിയിട്ട് എൻ്റെ ഒറിജിനൽ റെസിപ്റ്റ് കാണാനുണ്ടായിരുന്നില്ല. ഒരുപാട് തപ്പിയെങ്കിലും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ കൂടെയുള്ള ആൾക്കാരുകളുടെയൊക്കെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് എന്തായാലും ഒറിജിനൽ വേണം എന്നാണ് പറഞ്ഞത്. ഒരുപാട് ഞാൻ ടെൻഷൻ അടിച്ചു. എനിക്ക് അത്രയും പേടിയും ടെൻഷനും സങ്കടവും എല്ലാം കൂടിയായിട്ട് വന്നു. മാതാവ് എവിടെ പോയി എൻ്റെ സർട്ടിഫിക്കറ്റ് എന്നുള്ളൊരു ചോദ്യമായിരുന്നു എൻ്റെ ഉള്ളിൽ. ആ റെസിപ്റ്റ് എവിടെ പോയി, തപ്പാനൊരിടവും ബാക്കിയില്ല. അന്ന് ഞാനൊരു ദിവസം അപ്പോൾ കാണാണ്ടായ ആ രാത്രി തന്നെ ടെൻഷൻ അടിച്ച് വയ്യാണ്ടായപ്പോൾ മാതാവിനോട് ഞാനൊന്ന് പ്രാർത്ഥിച്ചൊന്നുമില്ല പതിവ് പോലെ. പകരം മാതാവിന് ഞാനൊരു കത്തെഴുതി വെച്ചു. കത്തെഴുതിയിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ആ കത്തിലെഴുതിയിട്ട് ഞാൻ പറഞ്ഞു, സമയം ഉണ്ടാവുമല്ലോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ സമയം കിട്ടുമ്പോൾ ഈ കത്ത് എപ്പോഴെങ്കിലും ഒന്ന് വായിച്ച് നോക്കിക്കോളോട്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2-3 ദിവസം കഴിഞ്ഞു, വലിയ മാറ്റമൊന്നുമില്ല. ഞാനപ്പോഴും മാതാവിൻ്റെ അടുത്ത് പോയി നിന്ന് പറയും, വായിച്ചിട്ടില്ലല്ലോ എൻ്റെ കത്ത് ഇതുവരെ എന്നുള്ള രീതിയിലായിരുന്നു എനിക്ക്. അതിന് ശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ കോളേജിലുള്ളൊരു കുട്ടി തന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഒറിജിനൽ റെസിപ്റ്റ് വേണ്ട, ഒറിജിനൽ റെസിപ്റ്റ് ഇല്ല എന്നുള്ളത് മാമിൻ്റെ അടുത്ത് പറഞ്ഞ് ആ ലെറ്ററിലും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് കൊടുത്താൽ മതി എന്നുള്ളത്. എന്താഗ്രഹിക്കുമ്പോഴും അത് തരുന്നുണ്ട് മാതാവ്. 1 തൊട്ട് 10 വരെയാണ് ഒരു മനുഷ്യൻ്റെ ലെവലെങ്കിൽ, ഒന്നുകിൽ 8 അല്ലെങ്കിൽ 1. ഒരിക്കലും എന്നെ 0ലേക്ക് മാതാവ് ഇട്ടിട്ടില്ല. അത്രയും നന്ദി, എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് ഈ അൾത്താരയിൽ വന്ന് നിന്ന് സാക്ഷ്യം പറയണമെന്ന് എൻ്റെ ഏറ്റവും വലിയൊരു മോഹമായിരുന്നു. ഒരുപാട് സ്വപ്നങ്ങളിൽ ഞാൻ ഒരുപാട് തവണ സ്വപ്നം കണ്ടിട്ടുള്ളൊരു കാഴ്ചയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നേരിട്ട് വന്ന് സാക്ഷ്യം പറയണം. 2019 എടുത്ത് സാക്ഷ്യം പറയാനുള്ളൊരു അവസരം ഉണ്ടായില്ല. കാരണം കോവിഡൊക്കെ വന്ന് ഇവിടെ അടച്ചപ്പോഴും ഓൺലൈനായിട്ട് പറയാനുണ്ടായപ്പോഴും എനിക്കായിരുന്നു ഇത്. അമ്മയുടെ മുമ്പിൽ വെച്ച് തന്നെ, അമ്മയുടെയും തിരുകുമാരൻ്റെയും മുമ്പിൽ വെച്ച് തന്നെ എനിക്ക് പറയണം. അവരാണ് എന്നെ ഇങ്ങനെ ഉയർത്തി കൊണ്ടുവന്നത്. ഞാൻ എന്ത് ചോദിക്കുമ്പോഴും ഞാൻ മാതാവിനോട് അതേ മാത്രമേ പറയാറുള്ളൂ. എൻ്റെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ, അന്ന് തോന്നുകയാണെങ്കിൽ അമ്മ എനിക്കത് സാധിച്ചു തരണം, അത്രമാത്രം ഞാൻ പറയാറുള്ളൂ. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് ചെയ്തു തന്ന അമ്മയ്ക്കും തിരുകുമാരനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. മാതാവിനും ഉണ്ണീശോയ്ക്കും ഒരുപാട് നന്ദി. എൻ്റെ പേര് മിന്നു മാത്യു. ഞാൻ പൊൻകുന്നം തിരുക്കുടുംബ ഫൊറോന ദേവാലയത്തിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ അമ്മ 2019 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതാണ്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് 2023 മാർച്ച് 3-ാം തീയതിയാണ്. ഞാനന്ന് ഉടമ്പടി വെച്ച നിയോഗം ഞാനന്ന് BTech 3rd ഇയർ സ്റ്റുഡൻ്റ് ആയിരുന്നു. അന്നൊരു ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വഴി എനിക്ക് ജോലി ലഭിക്കണമെന്ന് വിചാരിച്ചാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അങ്ങനെ 3rd ഇയർ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വഴി ഒരു ജോലി ലഭിച്ചു. പിന്നീട് അതിൻ്റെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ട്രെയിനിങ് കഴിഞ്ഞ് ആ ജോലിയെക്കുറിച്ച് യാതൊരു റെസ്പോൺസും കമ്പനി തരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നീട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ എൻ്റെ ബ്രദർ പറഞ്ഞു, നീ മാസ്റ്റേഴ്സ് എടുക്കാൻ ഓസ്ട്രേലിയയ്ക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ PTE എക്സാമിന് പ്രിപ്പയർ ചെയ്തു. അങ്ങനെ 1 month കോച്ചിങ് എടുത്തു.
ഫസ്റ്റ് ടൈം ഞാൻ PT എക്സാം എഴുതി. എനിക്ക് നല്ല സ്കോർ ലഭിച്ചെങ്കിലും അനിയൻ്റെ യൂണിവേഴ്സിറ്റി കിട്ടാനുള്ള സ്കോർ എനിക്ക് ലഭിച്ചിരുന്നില്ല. പിന്നീട് ഞാൻ ഇവിടെ വന്ന് ജോസഫച്ചിനെ കണ്ട് ബ്ലെസ്സിങ് വാങ്ങിച്ച് രണ്ടാമതൊരു തവണയും കൂടി എക്സാം എഴുതാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീണ്ടും എക്സാമിന് പോയി. എക്സാം എഴുതി തിരിച്ച് ഞാൻ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ആരോ എൻ്റെ മനസ്സിൽ പറഞ്ഞു, നീ എക്സാമിൻ്റെ സൈറ്റിൻ്റെ പാസ്വേഡ് മാതാവെന്നാക്കാൻ. അങ്ങനെ ഞാൻ എക്സാമിൻ്റെ റിസൾട്ട് വരുന്നതിൻ്റെ ടൈമിൽ പാസ്വേഡ് മാറ്റി മാതാവെന്നാക്കി റിസൾട്ട് ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ എനിക്ക് നല്ല സ്കോർ തന്നിൽ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ മുന്നോട്ട് ഓസ്ട്രേലിയൻ പേപ്പർ വർക്ക് നീങ്ങി. ഞാൻ ലോണിന് ബാങ്കിൽ ചെന്നു. ലോൺ തരത്തില്ല എന്നവർ പറഞ്ഞു. ഓൾറെഡി ബ്രദർ ലോൺ എടുത്തത് കൊണ്ട് എനിക്ക് ലോൺ തരില്ല എന്ന് മാനേജർ പറഞ്ഞു. അങ്ങനെ മാതാവിൻ്റെ ഉപ്പും കാശ് രൂപവുമായി ഹെഡ് ഓഫീസിൽ ചെന്ന് മാനേജറിനെ കാണുകയും പിന്നീട് വിത്തിൻ 2 വീക്സിനുള്ളിൽ തന്നെ എനിക്ക് ലോൺ സാങ്ഷനാക്കി തരികയും ചെയ്തു. അങ്ങനെ മുന്നോട്ട് പേപ്പർ വർക്ക് നീങ്ങി. ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് GT സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ GT സബ്മിറ്റ് ചെയ്ത ടൈമിൽ അവർ ഉടൻ തന്നെ അത് റിജക്റ്റ് ആക്കുകയും ചെയ്തു. അവർ പറഞ്ഞ റീസൺ ഇതായിരുന്നു, ഞാനും ബ്രദറും സെയിം യൂണിവേഴ്സിറ്റിയിലായതുകൊണ്ട് ഫിനാൻഷ്യൽ ലോൺ ഇല്ല എന്ന് പറഞ്ഞാണ് റിജക്റ്റ് ആക്കിയത്. അങ്ങനെ 3 തവണ വേറെ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തു. വീണ്ടും റിജക്ഷൻസ് വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഓസ്ട്രേലിയ എന്നുള്ളത് ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തു. പിന്നീട് ഞങ്ങൾ ബാങ്കിൽ ചെന്ന് ലോൺ വേണ്ടാന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. അപ്പം ബാങ്കുകാർ പറഞ്ഞു, ഈ പേപ്പറെല്ലാം ഇവിടെ ഇരിക്കട്ടെ, എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ലോൺ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. അപ്പോഴത്തേക്കും ഫെബ്രുവരി ഇൻടേക്കിന് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ നാട്ടിൽ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ BSNL ടെമ്പററി പോസ്റ്റിലായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. വർക്ക് ചെയ്യുന്ന ടൈമിൽ അവർ പറഞ്ഞു, വേറെ നല്ല ജോലി ലഭിക്കുവാണെങ്കിൽ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ദുബായിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ദുബായിലേക്ക് പോയി. അവിടെ ഇൻ്റർവ്യൂ കോഴ്സ് അറ്റൻഡ് ചെയ്തെങ്കിലും ഓഫർ ലെറ്റർ വന്ന ഉടൻ ജോലി നഷ്ടപ്പെടാൻ തുടങ്ങി. അങ്ങനെ 3 to 4 ജോബ് നഷ്ടപ്പെട്ടു തുടങ്ങി. അതായത് ഞാൻ കമ്പനിയിൽ അപ്പോയിൻറ്റ് ചെയ്യാൻ പോകുന്ന ടൈമിൽ അവരെന്നെ വിളിച്ച് പറയും, ഇങ്ങോട്ട് വരണ്ട, വേറെ ആൾക്കാരെ ഞാൻ എടുത്തു എന്ന് പറഞ്ഞ് അവർ റിജക്റ്റ് ആക്കുമായിരുന്നു. അങ്ങനെ ഓഫർ ലെറ്റർ ലഭിച്ചിട്ടും ജോലി നഷ്ടപ്പെടുന്ന സ്ഥിതിയിലേക്കായി കാര്യങ്ങൾ. അപ്പോഴേക്കും ഞാൻ വേറൊരു കമ്പനിയിൽ അപ്ലൈ ചെയ്തു. വീണ്ടും ഞാൻ ജോലിക്ക് കയറി. കുറച്ച് നാൾ വർക്ക് ചെയ്തു. പക്ഷേ അവിടെയുള്ള എംപ്ലോയീസുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ 2 to 3 days മന്ത്സ് എടുത്താൽ മാത്രമേ നമുക്ക് വർക്കിംഗ് വിസ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. എൻ്റെ വിസിറ്റിംഗ് വിസ പുതുക്കാനുള്ള ടൈമായി. അങ്ങനെ ഇരിക്കെ എൻ്റെ ബർത്ത്ഡേ വന്നു. മാർച്ച് 13 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഞാനും അമ്മയും പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മേ മാതാവേ, എനിക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റായി ജോലി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അമ്മയും പ്രാർത്ഥിച്ചു. അമ്മ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അമ്മയ്ക്കൊരു ഡേറ്റ് കാണിച്ചു തന്നു. പക്ഷെ അത് മാർച്ച് 13 അല്ലായിരുന്നു, 18 ആയിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ അവൻ പറഞ്ഞു, വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഓസ്ട്രേലിയക്ക് നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ട, ഇപ്പം നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റിജക്ഷൻ ആയിട്ടുള്ളൂ, ഇനിയും വിസ റിജക്റ്റ് ആവണ്ടല്ലോ എന്ന് കരുതി ഞാൻ അങ്ങനെ പറഞ്ഞു. പക്ഷേ ബാക്കിൽ അവൻ പേപ്പർ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പേപ്പർ വർക്ക് അവൻ നടത്തി. അപ്പം ഒരു ഏജൻസിയെ സമീപിക്കുകയും അവർ 90% പറഞ്ഞു, നിങ്ങൾക്ക് വിസ ലഭിക്കും, ബാക്കി 10% വിസ ഓഫീസറിൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞു. അങ്ങനെ മുന്നോട്ട് പോയി. ഞങ്ങൾ ഫസ്റ്റ് പേപ്പർ വർക്കിന് ഇറങ്ങിയത് മാർച്ച് 18 ആയിരുന്നു. പക്ഷേ അത് ഞങ്ങൾ പിന്നീടാണ് മനസ്സിലായത് 18 എന്ന ഡേറ്റ് മാതാവ് കാണിച്ചു തന്നതായിരുന്നു എന്ന്. അങ്ങനെ മുന്നോട്ട് പോയി. വിത്തിൻ 2 ഡേയ്സിനുള്ളിൽ തന്നെ എനിക്ക് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ ഓസ്ട്രേലിയയിൽ നിന്ന് ലഭിച്ചു. പിന്നീട് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു. ഇവിടെ വന്നെൻ്റെ ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ച് ഞാൻ ലോണിന് പോയി. അവർ വിത്തിൻ 2 ഡേയ്സിനുള്ളിൽ തന്നെ എനിക്ക് ലോൺ സാങ്ഷനാക്കി തന്നു. ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ തൊട്ട് ഞാൻ സോഷ്യൽ വർക്കിന് പോകുമായിരുന്നു. എല്ലാ ഫ്രൈഡേയ്സിലും ഞങ്ങളുടെ അടുത്തുള്ള ഒരു ആശ്രമത്തിൽ പോയി അമ്മമാരെ ശുശ്രൂഷിക്കുമായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയി. ഓരോ ഫ്രൈഡേയ്സ് കഴിയുമ്പോഴും ഓരോ പോസിറ്റീവ്സ് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ മുന്നോട്ട് പേപ്പർ വർക്ക് നീണ്ടു. COE വന്നു, മെഡിക്കലിന് പോയി. അങ്ങനെ വിസയ്ക്ക് വെക്കാൻ ടൈമായി. വിസയ്ക്ക് വെക്കാൻ ടൈം ആയപ്പോൾ അതിൻ്റെ 2 ദിവസം മുമ്പ് ഏജൻസിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു,
മാർച്ച് 18 എടുത്ത പേപ്പർ ഒരെണ്ണം ഇൻവാലിഡ് ആണെന്ന് പറഞ്ഞു. ആകെ തകർന്നു. ആകെ ആ പേപ്പർ കൊണ്ട് മാത്രമേ നമുക്ക് വിസ ലഭിക്കുകയുള്ളൂ. പക്ഷേ ആ പേപ്പർ വിസയ്ക്ക് വെച്ചാൽ വിസ റിജക്റ്റ് ആവുമെന്ന് ഏജൻസി പറഞ്ഞു. പിന്നെ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കിനി ഒരു രക്ഷയില്ല, ഇനി നീയാണ് ഈ പേപ്പർ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അങ്ങനെ അമ്മയും പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞു ആ പേപ്പർ വെക്കണ്ടെന്ന് പറഞ്ഞു. വിസയ്ക്ക് വെക്കാം, റിജക്റ്റ് ആയാലും കുഴപ്പമില്ല, അത് സഹിക്കാനുള്ള ശക്തി തരണേ മാതാവേ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു. അങ്ങനെ മുന്നോട്ട് പോയി. ഏപ്രിൽ 28 വിസയ്ക്ക് വെക്കാൻ ടൈമായി. അന്ന് രാവിലെ വീണ്ടും ഏജൻസിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ഇതിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ വ്യത്യാസപ്പെട്ടാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും നിരാശയായി. ഞാൻ പറഞ്ഞു രണ്ടും കൽപ്പിച്ച് വിസയ്ക്ക് വെച്ചോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രദർ അവിടെ നിന്ന് പറഞ്ഞു ഞാൻ വിസയ്ക്ക് ഫീസ് അടച്ചു. അപ്പോൾ ഏപ്രിൽ 28 ഉച്ച കഴിഞ്ഞ് 2:56 ഞാൻ വിസയ്ക്ക് വെച്ചു. മാക്സിമം ഒരു വിസ ഓസ്ട്രേലിയയിൽ നിന്ന് ലഭിക്കണമെങ്കിൽ 30 to 36 ഡേയ്സാണ് വേണ്ടത്. പക്ഷേ എനിക്ക് മാർച്ച് 28 2:57 തന്നെ ഓട്ടോഗ്രാൻഡ് വിസ നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഇത്രയും അനുഗ്രഹം തന്ന മാതാവിന് 1000 നന്ദി പറയുന്നു. ഞാൻ 2019 ഉടമ്പടി എടുത്തത്. 12 പ്രാവശ്യം ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി. എല്ലാ മാസവും ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് ഞാനും പിള്ളേരും ഹസ്ബൻഡും എല്ലാവരും വരുമായിരുന്നു. അങ്ങനെ ഉടമ്പടിയിൽ തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ എൻ്റെ മോൾക്ക് ഈ അനുഗ്രഹം നൽകിയ മാതാവ് ആദ്യത്തെ എൻ്റെ ഉടമ്പടി ഞങ്ങൾക്കൊരു പ്ലോട്ട് വിൽക്കാൻ കിടപ്പുണ്ടായിരുന്നു. അത് ഞാൻ 2023 അത് വിൽക്കുവാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് അച്ഛനെ കാണുകയും അതുപോലെ തന്നെ നിയോഗത്തിൽ വെക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ അച്ഛനൊരു കാശുരൂപം തന്നു. ആ ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ മാർച്ച് 31 മുമ്പ് ആ സ്ഥലത്തിന് ഞങ്ങൾക്ക് ടോക്കൺ കിട്ടി. പക്ഷേ അത് പിന്നെയും തടസ്സങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നു. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞിട്ടും അതിന് യാതൊരു മുമ്പോട്ട് പോകുന്നില്ലായിരുന്നു. അങ്ങനെ പിന്നെയും എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെയും അച്ഛനെ കാണണോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നി പറമ്പിൽ ഒന്നുകൂടെ ഉപ്പ് വിതറി പ്രാർത്ഥിക്കാമെന്ന്. ഞങ്ങളുടെ വണ്ടിയിൽ ഉപ്പിരിപ്പുണ്ടായിരുന്നു. ആ പോയ സമയത്ത് ആ പ്ലോട്ടിൽ ഞങ്ങൾ ഉപ്പ് വിതറി. ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പ് മൊത്തം വിതറി. അങ്ങനെ 3 ദിവസം കഴിഞ്ഞപ്പോൾ ആ വ്യക്തി ഫോൺ പോലും വിളിക്കാതെ വീട്ടിൽ വന്ന് പറയാണ് പിന്നത്തെ ആഴ്ച നമുക്ക് അത് എഴുതാം എന്ന് പറഞ്ഞു. അങ്ങനെ മാതാവ് ഞങ്ങൾക്ക് 5 വർഷമായിട്ട് ഞങ്ങൾ വിൽക്കാനിട്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു. അതും മാതാവ് ഞങ്ങൾക്ക് നടത്തി തന്നു. പിന്നെ എൻ്റെ ഈ മോള് മാർച്ച് 17 അവളുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അത് 18 മാതാവ് കാണിച്ച്. ഞാൻ പറയുമായിരുന്നു മോളെ 18 കാണിക്കുന്നത്, എന്താണെന്നറിയില്ല, ജോലി കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അത് വെച്ച് പ്രാർത്ഥിച്ചു. മാതാവ് അന്ന് തന്നെ ഞങ്ങൾക്ക് പേപ്പർ വർക്ക് തുടങ്ങി. അങ്ങനെ അവൾക്ക് വിസയും ലഭിച്ചു. പിന്നെ ഞങ്ങൾ കാരുണ്യപ്രവർത്തികൾ ഞങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് ഉണ്ടാക്കി ഹോസ്പിറ്റലുകളിൽ വേണ്ടപ്പെട്ടവർക്ക് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുകയും അതുപോലെ തന്നെ പത്രം ആവശ്യമുള്ളവർക്ക് മാത്രം കൊടുക്കുകയും അതുപോലെ തൈലം അവർക്ക് വേണ്ടിവരെ പൂശി പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. എൻ്റെ കൂടെ എൻ്റെ കുട്ടികളും വരുമായിരുന്നു. അതുപോലെ ഹസ്ബൻഡും ഞങ്ങളെല്ലാവരും കൂടിയായിരുന്നു പോകുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ അമ്മമാരുടെ അവിടെ ചെന്ന് അവരെ ശുശ്രൂഷിക്കുകയും അവരെ കുളിപ്പിക്കുകയും അവർക്ക് തലമുടി വെട്ടിക്കൊടുക്കുകയും അവരുടെ നഖം വെട്ടുകയും അവരെ റൂമൊക്കെ ക്ലീനാക്കുകയും അവർക്ക് ഫുഡ് കൊടുക്കുകയും അവരുടെ പാത്രം കഴുകുകയും അങ്ങനെയെല്ലാം ഞങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും ഞാനും കുട്ടികളും പോയി ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ പത്രം ഞങ്ങൾ ഓട്ടോ സ്റ്റാൻഡുകളിലും അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പിലും അതുപോലെ തന്നെ വീട് കയറി ഇറങ്ങി കൊടുക്കുമായിരുന്നു. എങ്കിലും ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ എൻ്റെ ഈ ഉടമ്പടി അമ്മ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു തെളിവ് തരണേന്ന് ഞാനും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഈ കഴിഞ്ഞ മാസം ഞങ്ങൾ പിള്ളേരും ഞാനും കൂടെ ഒരു ഉടമ്പടി പത്രവുമായിട്ട് ഇങ്ങനെ വീട് കയറി ഇറങ്ങി. അങ്ങനെ കഴിഞ്ഞ മാസം ഇവിടെ ഒരു സഹോദരൻ സാക്ഷ്യം പറഞ്ഞു. ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഒരു ബിജിഷ് എന്ന സഹോദരൻ ആ മകന് പത്രം കൊണ്ട് കൊടുത്തു. ഞാൻ ആ മകനോട് ഞങ്ങൾക്കറിയില്ലായിരുന്നു, അവർക്ക് വിശ്വാസം കുറവായിരുന്നെന്ന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ആ മകനോട് പറഞ്ഞപ്പോൾ ആ മകന് ഇവിടെ വന്ന് മാതാവിനെക്കുറിച്ചും സഞ്ചാരി മാതാവ് നമ്മുടെ കൂടെ വരുമെന്നും അതുപോലെ തന്നെ ഉപ്പും തൈലമൊക്കെ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഓഫീസുകളിലൊക്കെ പോയി നമ്മൾ അതിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ അത് മാതാവ് സാധിച്ചു തരുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ആ സമയത്ത് എനിക്കറിയില്ലായിരുന്നു ആ മകന് വിശ്വാസമില്ലെന്ന്. പക്ഷേ ഈ കഴിഞ്ഞ മാസം ആ മകൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു. മകനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു, ഇങ്ങനെ പറയുകയും ചെയ്തു. അതിനുശേഷം അതെനിക്ക് മനസ്സിലായി, മാതാവ് ഞങ്ങളുടെ ഉടമ്പടി ഏറ്റെടുത്തു എന്ന്. ഇത്രയും അനുഗ്രഹം തന്ന മാതാവിന് ഈശോയ്ക്കും കൊടാനുകൂടി നന്ദി.
പ്രഭാഷകൻ്റെ പുസ്തകം 50-ാം അധ്യായം 22-ാം തിരുവചനം. എല്ലായിടത്തും വൻകാര്യങ്ങൾ ചെയ്യുന്ന സകലത്തിൻ്റെയും ദൈവത്തെ വാഴ്ത്തുക. അവിടുന്ന് നമ്മെ ജനനം മുതൽ ഉയർത്തുകയും കാരുണ്യപൂർവ്വം നമ്മോട് വർത്തിക്കുകയും ചെയ്യുന്നു. മിന്നു മാത്യു എന്ന ഈ മകളും അമ്മയും ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച 2 വലിയ അത്ഭുതങ്ങളെ അമ്മ മാതാവിൻ്റെ സംരക്ഷണത്തെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. മിന്നു നമ്മളോട് പങ്കുവെച്ചത് അവളുടെ പഠനശേഷം ബിടെക് പഠനശേഷം ലഭിച്ച ജോലിയെക്കുറിച്ചും വിദേശത്ത് പോകുവാൻ വേണ്ടി മകൾ നടത്തിയ പരിശ്രമങ്ങളെക്കുറിച്ചും പരിശ്രമങ്ങളെല്ലാം പാതിവഴിയിൽ ഉപേക്ഷിക്കപ്പെടുകയോ അല്ലെങ്കിൽ വിസ റിജക്റ്റ് ആവുകയോ ഒരു ജോലി ഓഫർ ലെറ്റർ കിട്ടിയിട്ടും ജോലി കിട്ടാത്ത സാഹചര്യങ്ങൾ വരികയും ചെയ്യുന്ന അവസ്ഥകളെക്കുറിച്ചാണ്. എല്ലാം ഇപ്പോൾ ശരിയാകും, കാര്യങ്ങളെല്ലാം നന്നായി, ജീവിതം സുരക്ഷിതമാകും എന്ന് കരുതുന്ന നിമിഷങ്ങളിൽ കൈവിട്ടു പോകുന്ന, നഷ്ടപ്പെട്ടു പോകുന്ന, പരാജയപ്പെടുന്ന സങ്കടങ്ങളെയാണ് മകൾ ആ സാക്ഷ്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മളോട് പങ്കുവെക്കുന്നത്. എന്നാൽ മകൾ പറയുന്നുണ്ട്, പിന്നീട് ഒരു അമ്മ മാതാവിനോട് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നതിനെയാണ് മകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ മകളുടെ ബർത്ത്ഡേ മാർച്ച് 13 എന്നാൽ അമ്മയ്ക്ക് കിട്ടുന്ന സന്ദേശം മാർച്ച് 18. മാർച്ച് 18 പിന്നീട് ഒരു പേപ്പർ നീക്കം മുന്നോട്ട് പോവുകയും അതിലൂടെ വിസ പ്രോസസ്സ് തുടങ്ങുകയും ചെയ്യുന്നത്. അതങ്ങനെ തുടങ്ങിയെങ്കിൽ കൂടിയും അത് ഏതാണ്ടത് വിസയുടെ പരിസമാപ്തിയിലേക്ക് എത്തുമ്പോൾ ആ ഡേറ്റിൽ പേരിൽ വ്യത്യാസങ്ങളുണ്ട്, പേപ്പറിൽ ചില തെറ്റുകളുണ്ട്, കറക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് വെച്ചാൽ വീണ്ടും റിജക്റ്റ് ആകും എന്ന ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ വന്നെത്തുന്നത്. ഇത് ഉടമ്പടി ജീവിതത്തിൽ നമുക്ക് ഈ പ്രതിസന്ധികൾ സ്വാഭാവികമാണ്, അത് അവിചാരിതമായിട്ടുള്ളതല്ല. ഉടമ്പടി ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിങ്ങളെടുക്കുന്ന നിലപാടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഉടമ്പടി ജീവിതത്തിൽ വെച്ചിരിക്കുന്ന നിയോഗങ്ങൾ സാധിച്ചില്ലെന്ന് കരുതി, വെച്ചിരിക്കുന്ന നിയോഗങ്ങൾക്ക് കൂടുതൽ ക്ലേശകരമായ സാഹചര്യങ്ങൾ ഒരുങ്ങിയെന്ന് കരുതി, വെച്ചിരിക്കുന്ന നിയോഗങ്ങൾ അല്പം താമസിക്കുന്നു, 2ഉം 3ഉം പുതുക്കിയിട്ട് നടന്നില്ലെന്ന് കരുതി നമ്മൾ പിന്മാറുകയോ നമ്മൾ മനസ്സുമടുക്കുകയോ വിശ്വാസം ത്യജിക്കുകയോ ഒക്കെ ചെയ്താൽ അത് നമ്മൾ ദൈവത്തെ നിരന്തരം പറ്റിക്കുന്നതിൻ്റെ അടയാളം തന്നെയാണ്. കാര്യം കാണുവാൻ വേണ്ടി മാത്രം ദൈവത്തോട് പറ്റിക്കൂടുകയും കാര്യത്തിൽ എന്തെങ്കിലും തരത്തിൽ ഒരു മുടക്കോ തടസ്സമോ ഇത്തിരി കാലതാമസമോ ഉണ്ടായാൽ നമ്മൾ ദൈവത്തെ പോലും ഉപേക്ഷിക്കാൻ തയ്യാറാവില്ലെന്ന് നമ്മൾ തന്നെ പരസ്യമായി സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾ പറയുന്നുണ്ട്, എനിക്ക് മാർച്ച് 18 എന്നുള്ളത് എനിക്ക് അമ്മ മാതാവിലൂടെ ലഭിച്ച ഒരു സന്ദേശമാണ്. ആ സന്ദേശത്തിൽ എനിക്ക് ബോധ്യവും വിശ്വാസവുമുണ്ട്. അതുകൊണ്ട് അതിലെന്ത് തന്നെ കുറവുകളുണ്ടെങ്കിലും ധൈര്യമായിട്ട് അത് മുന്നോട്ട് പോവുക, വിസയ്ക്ക് വെക്കുവാൻ. മകൾ പറയുന്നു, ഞാൻ അപ്ലോഡ് ചെയ്തത്, അവസാനത്തെ ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്യുന്നത് 2:56 2:56 അപ്ലോഡ് ചെയ്ത വിസ ഏതാണ്ട് 30 ദിവസത്തിനുള്ളിൽ തിരികെ അടിച്ച് കിട്ടിയാൽ മതി. മകൾ പറയുന്ന അടുത്ത വാചകം നമ്മൾ ശ്രദ്ധിച്ചു, 2:57 എനിക്ക് വിസ എൻ്റെ കയ്യിൽ അടിച്ചു കിട്ടിയെന്ന. അത് ഓട്ടോ ജനറേറ്റഡ് ആയിട്ട് തന്നെ എൻ്റെ വിസ 2:57, ഒരേ ഒരു സെക്കൻഡ്. അതാണ് ദൈവത്തിൻ്റെ സമയത്തിൻ്റെയും ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെയും പ്രത്യേകത. അത് എത്ര നാളായി നമ്മൾ പരിശ്രമിച്ച് ലാഗ് ചെയ്ത് പോയെങ്കിലും ദൈവം തീരുമാനമെടുത്ത് അനുഗ്രഹിക്കുവാൻ അനുവാദം നൽകുവാൻ ആഗ്രഹിച്ചാൽ ഒരു നിമിഷം, നമ്മൾ 1 മാസവും 1 വർഷവും കാത്തിരിക്കുന്നത് 1 നിമിഷം കൊണ്ട് നമുക്ക് അനുഗ്രഹമാക്കി തരും. ശരിക്കും സമയച്ചുരുക്കത്തിൻ്റെ എത്ര സുന്ദരമായൊരു സാക്ഷ്യമാണ് മകൾ പങ്കുവയ്ക്കുക. അത് ഞാൻ അപ്ലോഡ് ചെയ്താൽ മിക്കവാറും അതിനെനിക്ക് തടസ്സങ്ങളുണ്ടാകും, അത് വിസ റിജക്ഷൻ ഉണ്ടാകും. വീണ്ടും സെക്കൻഡ് റിജക്ഷൻ വന്നാൽ ഒരുപക്ഷെ ദൂരവ്യാപകമായ രീതിയിൽ എൻ്റെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള എൻട്രി പോലും വീണ്ടും ചലഞ്ച് ചെയ്യപ്പെടാം. അത്രയും റിസ്ക് ഉള്ളപ്പോഴും എനിക്ക് അമ്മ മാതാവ് നൽകിയ ഒരു സന്ദേശത്തെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, ശരണപ്പെടുന്നു. അതിലെന്തോ ഒരു ഉത്തരമുണ്ട്. ഞാൻ അതിനെ ആശ്രയിച്ചുകൊണ്ട് അമ്മയുടെ കരങ്ങളിലേക്ക് എൻ്റെ ഡോക്യുമെൻ്റ് കൊടുക്കുന്നു. അവിടെ ചെറിയ തെറ്റുകളോ ചെറിയ വിഷയങ്ങളോ ഒന്നും അവിടെ നമുക്ക് തടസ്സമാവില്ല. കാരണം നമ്മുടെ കഴിവല്ല, മാനുഷികമായ കണ്ണുകളല്ല, ദൈവത്തിൻ്റെ കൃപ മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. അതാണ് മകളുടെ സാക്ഷ്യത്തിലൂടെ മകൾ പറയുന്നത്. 2:56 എൻ്റെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്തു, 2:57 1 സെക്കൻഡിനുള്ളിൽ എനിക്കെൻ്റെ വിസ എൻ്റെ കരങ്ങളിൽ എനിക്കത് കമ്പ്യൂട്ടറിൽ ജനറേറ്റ് ചെയ്ത് കിട്ടിയെന്ന. ഇത് എത്ര സുന്ദരമായിട്ട് സമയച്ചുരുക്കത്തിൻ്റെ സാക്ഷ്യം ഈ മകൾ പങ്കുവെക്കുന്നു. അമ്മ പറയുന്നുണ്ട്, 10-15 വർഷമായി സ്ഥലം വിൽക്കുവാനിട്ടിരിക്കുന്നു.
ആരും അത് വന്ന് അത്ര മതിപ്പോടുകൂടി കാണുന്നില്ല. അമ്മയുടെ ഉടമ്പടി ഉപ്പ് അവിടെ വിതറി പ്രാർത്ഥിക്കുകയും കുടുംബം ഒരുമിച്ച് കൃപാസനത്തിൽ അമ്മയുടെ തിരുനടയിലെത്തി ഈ നിയോഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിലോട്ട് വന്ന് ആ സ്ഥലം ഏറ്റെടുക്കാം, ഞങ്ങൾ വാങ്ങാം എന്നൊരു കൂട്ടർ പറയുകയും ചുരുങ്ങിയ ദിവസം കൊണ്ട് ആ സ്ഥലത്തിൻ്റെ വിൽപ്പന നടക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, രണ്ട് അനുഭവങ്ങളും സമയച്ചുരുക്കത്തിൻ്റെതാണ്. രണ്ട് അനുഭവങ്ങളും ഏറെ പ്രതിസന്ധിക്കൊടുവിൽ ജീവിതം ശുഭകരമാക്കുന്നതിൻ്റെ സാക്ഷ്യവുമാണ്. അതുകൊണ്ട് ഉടമ്പടിയിലാകുമ്പോൾ നമ്മൾ ഉറച്ച് അമ്മ മാതാവിനോട് ചേർന്ന് നടക്കണം. താൽക്കാലികമായ ചില സങ്കടങ്ങളിൽ തട്ടി ജീവിതം പുറകോട്ട് പോകരുത്. ചില കാര്യങ്ങൾ നമുക്ക് അപ്പോൾ കിട്ടിയില്ലെന്ന് കരുതി നിരാശപ്പെടരുത്. മറിച്ച് ദൈവകരങ്ങളിലാണോ ഏൽപ്പിച്ചിരിക്കുന്നത്? ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയിൽ ശരണപ്പെട്ടുകൊണ്ടാണോ കൊടുത്തിരിക്കുന്നത്? സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദുരന്തങ്ങൾ വരുന്നു പ്രാർത്ഥിക്കണമെന്ന് അരുളി ചെയ്ത അതേ അമ്മ സമയച്ചുരുക്കത്തിൻ്റെ അനവധി സാക്ഷ്യങ്ങൾ ആയിരക്കണക്കിന് മക്കൾക്ക് ഈ ആലയത്തിൽ നൽകിയെങ്കിൽ എൻ്റെ ജീവിതത്തിൽ തക്ക സമയത്ത് ഇടപെടുകയും എനിക്ക് ഏറ്റവും ഗുണകരമായത് അനുവദിച്ചു തരുവാൻ തിരുക്കുമാരനോട് മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യും. അതാണ് നമ്മുടെ ഉറപ്പ്. ആ ഉറപ്പിലാണ് നമ്മൾ ഓരോരുത്തരും അമ്മയുടെ സന്നിധിയിൽ ഒരു നിയോഗം സമർപ്പിക്കേണ്ടത്. ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷി